വി രാജേഷ് ടെലിഫോൺ ലൈനിൽ. ശ്രീ വി രാജേഷ്, ഫ്രാൻസിസ് ജോർജ് എംപിയിൽ നിന്നുള്ള പ്രതികരണം വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്നു എന്നാണ്. പക്ഷേ അബു ജോസഫ് അടക്കം പറയുന്നത് അതിൽ ചില ക്ലോസുകളുണ്ട്, അത് മാറ്റം വരുത്തിക്കൊണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട അനുകൂല പ്രതികരണമായി നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? അതെ, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനി വരുന്ന ആളുകളിൽ കൂടുതലായി വരും. ഇപ്പോൾ ഡ്രാഫ്റ്റ് വരുമ്പോഴേക്കും അത് നിയമപരമായിട്ട് അത് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. ചർച്ച ചെയ്യുമ്പോഴേക്കും ഗവൺമെന്റിന് ഏതെങ്കിലും മേഖലകളിൽ വ്യത്യാസം വരുത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്, മാത്രമല്ല ഒരു കീഴ്വഴക്കമാണല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ ചെയ്യും. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും ഇപ്പോൾ ആദ്യം ഇതിനോടുണ്ടായിരുന്ന വിയോജിപ്പുകൾ മെല്ലെ മെല്ലെ കുറയുന്നു എന്ന് മാത്രമല്ല, വഖഫ് നിയമം നടപ്പിലാക്കണം എന്നുള്ള ആവശ്യകത കൂടുകയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി ഇത് അത്യാവശ്യമായി നടപ്പിലാക്കണമെന്നുള്ള പിന്തുണ ഏറുകയാണ്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് നിലപാടുകൾക്കുള്ള പ്രതിപക്ഷ കക്ഷികളുടെ പോലും അംഗീകാരം, യോജിപ്പ് നേടി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനുകൂലമായ സൂചനകളിലൊന്നായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി ശരി, വളരെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ബിജെപിയുടെ ഭാഗത്ത് നിന്ന്, വി രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതായാലും പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. ഫ്രാൻസിസ് ജോർജിന്റെ ആ നിലപാട് വിശദീകരണം.